അതെ, നമ്മുടെ കുട്ടീസിനെല്ലാം ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ ഒരു അടിപൊളി ലഡുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത്. ഇത് വളരെ ഹെൽത്തിയാണ്. ഡ്രൈ നട്ട്സ് വെച്ചിട്ടാണ് ഞാൻ ഈ ലഡു ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതേപോലെ ഒന്ന് കഴിച്ചാൽ മതി കേട്ടോ. നല്ല ഫില്ലിംഗ് ആണ് കേട്ടോ അതിന്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം കേട്ടോ. ഞാനിവിടെ വാൾനട്ട്, പിന്നെ അതുപോലെ കാഷ്യൂനട്ട്, പിന്നെ കുറച്ച് ആൽമണ്ട്സ് എല്ലാം ഒരേ അളവിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പംകിൻ സീഡ്, ഫ്ലാക്സ് സീഡ് അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അത് നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ടാവണ്ട, ഒരു മീഡിയം റോസ്റ്റ് ആക്കി എടുത്തത്. ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഡേറ്റ്സ് ആണ് കേട്ടോ, കുരുകളഞ്ഞ ഡേറ്റ്സ്. ഇതേപോലെ നമ്മൾ പാനിലേക്കിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചൂടാക്കി കൊടുത്തു. അപ്പോൾ അത് നല്ലതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരും കേട്ടോ. പിന്നെ സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് റൈസിൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതും ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ. ചൂട് തട്ടുമ്പോൾ അത് ഒന്ന് സോഫ്റ്റായി കിട്ടും. ഈ പരുവത്തിൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് കുഴയ്ക്കാനൊക്കെ ഒന്ന് പറ്റുള്ളൂ. അതിനുശേഷം നമ്മളുടെ നട്ട്സ് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതേപോലെ ഫൈൻ പൊടിയായിട്ട് പൊടിച്ചു കിട്ടും. അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കില്ലേ, അതേപോലെ അങ്ങ് കുഴച്ചെടുക്കണം കേട്ടോ. ലൈറ്റായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇതേപോലെ നമ്മൾ കുഴച്ചെടുക്കാം. കൈ ചെറുതായിട്ടൊന്ന് ചൂടാവും കേട്ടോ. അങ്ങനെ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ ഇതേപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ഉണ്ടകളായിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. കുട്ടി ബോളുകളായിട്ട്. അപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. കാണുമ്പോൾ കുറച്ചും കൂടി ക്യൂട്ടായിരിക്കും. ചെറിയ ഉണ്ടകൾ കേട്ടോ. ഇതേപോലത്തെ ഒരു 10-20 ബോൾസ് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ടാണ് സൂക്ഷിച്ച് വെച്ചത്. ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല കേട്ടോ, പുറത്ത് തന്നെയാണ് സൂക്ഷിച്ചത്. ഞാൻ കയ്യിൽ കുറച്ച് നെയ്യ് തടവിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ ഉരുട്ടിയെടുക്കാൻ കുറച്ചും കൂടി ഈസി ആയിരുന്നു. കുട്ടി ലഡൂസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി എടുത്ത് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ എങ്ങനെയാ, എല്ലാവരും ഉണ്ടാക്കി നോക്കിയല്ലേ? ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് കേട്ടോ എനിക്ക് മോട്ടിവേഷൻ. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, നല്ല സോഫ്റ്റ് ആയിരുന്നു ലഡു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല കേട്ടോ. ഈ നട്ട്സൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതേപോലെ ലഡു ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തായാലും കഴിക്കും കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് വേണം കേട്ടോ.